പ്രൈസ് ഗാഡ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഈ ടെസ്റ്റിമണി എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. നമ്മുടെ ഓരോ ചർച്ച് മീറ്റിങ്ങുകളിലും നാം കേൾക്കുന്ന ഒരു വാക്കാണ്. നാം ടെസ്റ്റിമണി പറയുന്നവരാണ്, അനേകർ ഷെയർ ചെയ്യുന്ന ടെസ്റ്റിമണികൾ കേൾക്കുന്നവരാണ്. എന്നാൽ നാം പിൻഗമിക്കേണ്ടത് യേശുവിൻ്റെ പാതയാകയാൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നാൽ എൻ്റെ പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:25 യേശു കർത്താവ് പറയുന്നു, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. പ്രിയ ദൈവമക്കളെ, യേശു കർത്താവിന് സകലതും അറിയും. കാരണം യേശു അല്ലെങ്കിൽ ദൈവം മനുഷ്യനല്ല. ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. യേശു സാക്ഷാൽ ദൈവമാണ്. 100% മനുഷ്യനും 100% ദൈവവുമായിരുന്നു യേശു. അങ്ങനെയാണെങ്കിൽ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി നമ്മുടെ സകല രഹസ്യങ്ങളെയും യേശുവിന് അറിയുവാൻ കഴിയും. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കൂടിയിരുന്ന പുരുഷാരത്തെക്കുറിച്ച് അവൻ യാതൊരു മനുഷ്യൻ്റെയും സാക്ഷ്യം യേശുവിന് കേൾക്കണമായിരുന്നില്ല. കാരണം ഓരോരുത്തരുടെയും ചിന്തകളെയും നിരൂപണങ്ങളെയും ഒക്കെ യേശുവിന് അറിയാമായിരുന്നു. പ്രിയ മക്കളെ, പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്താഗതികളാണ് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുവല്ലോ, അപ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കും, അല്ലെങ്കിൽ നമുക്ക് തന്നെ നാം സാക്ഷ്യം പറയുന്നുവല്ലോ, കർത്താവ് അത് അംഗീകരിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുവോ? ദൈവം നമ്മെ അറിയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:47-48 ആരും സാക്ഷ്യം പറയാതെ തന്നെ യേശു ഒരാളെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുന്നു. നഥനീയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്നവനെക്കുറിച്ച് പറഞ്ഞു. എല്ലാവരും അതിശയിച്ചു പോയി. കാരണം ആദ്യമായിട്ടാണ് നഥനീയേൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. പക്ഷേ യേശു അവൻ്റെ ഹൃദയത്തെയും അവൻ്റെ ഉള്ളത്തെയും കണ്ടിട്ട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലൻ. നമുക്കും ആഗ്രഹിക്കാം നമ്മെക്കുറിച്ച് ഒരു യഥാർത്ഥ ദൈവ പൈതലെന്ന് ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയാം. കാരണം അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചർച്ചിലിരിക്കുമ്പോൾ മാത്രമല്ല ദൈവസാന്നിധ്യമുള്ളത്. നാം എവിടെയായിരുന്നാലും നമ്മെ കാണുന്ന കണ്ണുകളുണ്ട്. നാം എവിടെ ഇരിക്കുന്നു, നാം എന്ത് സംസാരിക്കുന്നു, നാം എന്ത് പ്രവർത്തിക്കുന്നു, നാം എവിടെ നിൽക്കുന്നു, ഇതൊക്കെയും അറിയുന്ന കർത്താവാണ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. മനുഷ്യരുടെ സാക്ഷ്യമല്ല നാം ആഗ്രഹിക്കേണ്ടത്. ആമേൻ. ഇന്നും അന്ന് പുരുഷാരത്തെ എല്ലാം അറിഞ്ഞ കർത്താവ് ഇന്നും നമ്മെല്ലാം അറിയുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആഗ്രഹിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിനേക്കാളും ഉപരി ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്തുവോ, നിത്യതയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്യുവോ അത് നമുക്ക് പറയാം. ഇനിയും മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന ടെസ്റ്റ് മണികൾ നമുക്ക് കേൾക്കാം, അനുഗ്രഹം പ്രാപിക്കാം. നാമും സാക്ഷ്യം പറയുന്നവരായിരിക്കണം. പക്ഷേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:18 യേശു പറയുന്നത് നാം മറന്നു പോകരുത്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ പിതാവായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ച കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ടോ? നമ്മെക്കുറിച്ച് നല്ല കാര്യം പറയുവാൻ കഴിയുമോ എന്ന ചിന്തയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. അപ്പാ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ വായിച്ച വചനപ്രകാരം അങ്ങ് ഞങ്ങളെ സകലതും അറിയുന്ന ദൈവമാണ്. മറ്റുള്ള ആരുടെയും സാക്ഷ്യം അങ്ങേൾക്ക് ആവശ്യമില്ലല്ലോ കർത്താവേ. ഈ നാളുകളിൽ അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ചതുപോലെ കർത്താവേ, അപ്പോൾ ആ സ്തോത്രം ഞങ്ങൾ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ അപ്പോൾ അങ്ങയുടെ സാക്ഷ്യവും കർത്താവ് ഞങ്ങൾ പ്രാപിക്കുന്നവരാകുവാനിടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.